എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാവായ ഗോകുലം ഗ്രൂപ്പിലേക്ക് ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. കുറേ രേഖകളും 1.5 കോടി രൂപയൊക്കെ കണ്ടെടുക്കുകയും അതൊക്കെ വലിയ വിവാദമായിട്ടുള്ള വിഷയങ്ങളും ചർച്ചകളിലേക്ക് തിരിയുമ്പോൾ ഓർഗനൈസർ RSSന്റെ വാരിക എന്ന രീതിയിലാണ് ഓർഗനൈസർ എല്ലാവരും പറയുന്നത്. ഓർഗനൈസർ എന്ന വാരികയിൽ ഒരു ലേഖനം കണ്ടു. അതിലിങ്ങനെയാണ് എമ്പുരാൻ മുൻ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിന് LTTയുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗോകുലം ഗോപാലിന്റെ അപ്പം ഈ ലൈക്ക പ്രൊഡക്ഷനുമായുള്ള ബന്ധത്തിൽ ഗോകുലം ഗോപാലിന്റെ സാമ്പത്തിക ബന്ധം അന്വേഷിക്കുന്നതായും ഈ ഓർഗനൈസർ പറയുന്നുണ്ട്. ഇഡിയുടെ അന്വേഷണം എമ്പുരാന്റെ ധനസഹായത്തെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ടെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഈ ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്ക വംശജനുമായ സുഭാസ്കരൻ അല്ലിരാജ 2014 സ്ഥാപിച്ച ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് എമ്പുരാനെ ആദ്യമായിട്ട് പിന്തുണച്ചത്. പിന്നീടാണ് ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുകയും അത് സിനിമ റിലീസ് ചെയ്യുകയും ചെയ്തത്. നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയായ LTTയുമായി വിദേശത്തുള്ള ജിഹാദി സംഘടനകളുമായും ലൈക്ക പ്രൊഡക്ഷൻസിന് ബന്ധമുണ്ടെന്നാണ് ഉള്ള ആരോപണങ്ങൾ ഉണ്ട്. എന്നാലും ആ കമ്പനി എമ്പുരാനിൽ നിന്ന് പിന്മാറുകയും ഗോകുലം ഗോപാലൻ പിന്നീട് അതിന്റെ നിർമ്മാണം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. സിനിമയുടെ ഫണ്ടിങ്ങിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അധികൃതർ അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് ഈ ഓർഗനൈസർ എന്ന ഈ ഒരു വാരികയിൽ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. അപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മിക്ക സ്ഥാപനങ്ങളിലും ഇഡി റെയ്ഡ് ചെയ്തിരുന്നു. ഈ റെയ്ഡിൽ ഏകദേശം 1.5 കോടി രൂപയും അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ വിശദീകരണങ്ങളില്ലാത്ത 1.5 കോടി രൂപയും മാത്രമല്ല കുറച്ച് രേഖകളും കണ്ടെത്തിയിരുന്നു. ഇത് മാത്രമല്ല വീണ്ടും അവരുടെ അന്വേഷണത്തിൽ ഗോകുലം ഗ്രൂപ്പ് ഓഫ് അതിന്റെ ചെയർമാൻ ഗോകുലം ഗോപാലിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലില് കൃത്യമായ വിശദീകരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഗോകുലം ഗ്രൂപ്പ് അതായത് ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 593 കോടി രൂപ ഗോകുലം പ്രവാസികളിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയും ഇഡി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലെ ഏറെക്കുറെ എമൗണ്ട് ക്യാഷ് ആയിട്ടും മറ്റ് ചിലത് ചെക്കുകളായിട്ടുമാണ് ഇവർ ഇത് സമാഹരിച്ചിരിക്കുന്നത്. ചിട്ടിയിലേക്ക് അടയ്ക്കുന്നു ചിട്ടിയിലേക്ക് പ്രവാസികൾ അടയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് തുക വന്നിരിക്കുന്നത്. മാത്രമല്ല തിരിച്ച് പ്രവാസികൾക്കും ഇതേപോലെ ഇത്തരത്തിൽ പണമായി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇടപാടുകൾ RBIയുടെ ലംഘനം പ്രകാരമാണ്. അതായത് RBIക്ക് അനുസൃതമായിട്ടുള്ളതല്ല ഇത്തരത്തിൽ ഈ ചിട്ടി നടത്തിയതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നടത്തിയതും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഗോകുലം ഗ്രൂപ്പിലേക്ക് ഇഡി കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മുൻധാരണയുടെ പേരിലാണ് ഇഡി ഗോകുലം ഗ്രൂപ്പിൽ റെയ്ഡ് ചെയ്തതും ഗോകുലത്തിനെ കൃത്യമായ വിവരങ്ങൾ അവർ ശേഖരിച്ചതും അവർ പോയതും. കാരണം പലപ്പോഴും എമ്പുരാനുമായിട്ടുള്ള ബന്ധപ്പെട്ടാണോ ഇഡി റെയ്ഡ് ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും വിമർശനങ്ങൾ ഉയരുമ്പോഴും കൃത്യമായ തെളിവുകളുണ്ട്. അല്ലെങ്കിൽ ഇഡി റെയ്ഡ് ചെയ്തപ്പോൾ അവർ വെറും കൈയോടെയല്ല പുറത്തിറങ്ങിയതെന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഇഡി പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം ഗോകുലം ഗ്രൂപ്പ് ഇഡി റെയ്ഡ് ചെയ്തെങ്കിൽ അതേ സമയത്ത് പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതും മറ്റ് സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളുമായിട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആ നോട്ടീസ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് 2019-22 കാലഘട്ടത്തില് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട അതായത് ലൂസിഫർ, കുഞ്ഞാലി മരയ്ക്കാർ എന്നീ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട പണം ഇടപാടുകളിലാണ് ആ ഒരു സമയത്ത് ഈ ഇൻകം ടാക്സ് അത്തരത്തിൽ ആന്റണി പെരുമ്പാവൂരിന് വിശദീകരണം തേടിയിട്ടുള്ളത്. 2022 പരിശോധന നടത്തിയെങ്കിലും IT അന്വേഷണ വിഭാഗം പരിശോധന നടത്തി അതിന്റെ അസസ്മെന്റ് വിഭാഗമാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. മാത്രമല്ല ഓവർസീസ് ഇടപാട് ഉൾപ്പെടെയുള്ള വിശദീകരണങ്ങളാണ് ഇപ്പോൾ IT വിഭാഗം ആന്റണി പെരുമ്പാവൂരിനോട് ചോദിച്ചിരിക്കുന്നത്. 2022 ദുബായിൽ വെച്ച് മോഹൻലാലിന് 2.5 കോടി രൂപ നൽകി അതിന്റെ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും
എമ്പുരാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ലൂസിഫർ എന്ന സിനിമയുടെ ചിത്രീകരണം അല്ലെ ലൂസിഫർ സിനിമയുടെ പണമിടപാടുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ എമ്പുരാൻ സിനിമയുമായി യാതൊരുവിധ ബന്ധവുമില്ല. മാർച്ച് മാസമാണ്, കഴിഞ്ഞ മാസം ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് വീണ്ടും നോട്ടീസ് അയച്ചത്, അതിന്റെ വിശദീകരണം തേടിയതും. ഈ മാസം അവസാനത്തോടെ ഇതിന് കൃത്യമായ വിവരണം നൽകണം എന്നുള്ളത് ആന്റണിയോട് IT വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പൃഥ്വിരാജിനും ഇത്തരത്തിൽ ഒരു നോട്ടീസ് മാർച്ച് 29 നൽകിയിരുന്നു, അയച്ചിരുന്നു, മെയിൽ വഴിയാണ് അയച്ചിരുന്നത്. അതും ഇത്തരത്തിൽ പറഞ്ഞതുപോലെ കടുവ, ജനഗണമന, ഗോൾഡ് തുടങ്ങിയ 3 സിനിമകളുടെ അഭിനേതാവായിട്ട് പൃഥ്വിരാജ് അന്ന് ആ സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. പക്ഷെ അഭിനേതാവ് എന്നുള്ള രീതിയിൽ തുക കൈപ്പറ്റാതെ സഹനിർമ്മാതാവ് എന്നുള്ള രീതിയിലാണ് തുക കൈപ്പറ്റിയിട്ടിരിക്കുന്നത്. അത് അവിടെ IT വിഭാഗത്തിന് സംശയം ഉളവാക്കുന്ന കാര്യമാണ്. കാരണം സഹനിർമ്മാതാവ് എന്നൊരു തരത്തിലേക്ക് വരുമ്പോൾ ടാക്സ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വിശദീകരണം 40 കോടി രൂപയുടെ പണമിടപാടിന്റെ വിശദീകരണമാണ് പൃഥ്വിരാജിന് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ EDയോ മറ്റൊന്നും ഇതിലേക്ക് പരിശോധനയിലേക്ക് വരുന്നില്ല. എന്നാൽ ആദായ നികുതി വകുപ്പ് ഇവർ രണ്ടുപേരോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ 2022 ഇപ്പൊ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും ആശീർവാദ് പ്രൊഡക്ഷൻസിനും മാത്രമല്ല 2022 ദുൽഖറിന്റെ മമ്മൂട്ടി പ്രൊഡക്ഷൻസിന്റെ കമ്പനിക്കും ഇത്തരത്തിൽ അന്ന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. അപ്പം ഇത്തരത്തിൽ ഇത് സ്വാഭാവികം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുറത്തു വരുന്നത്, അല്ലാതെ ഒരു എമ്പുരാൻ എഫക്റ്റ് അല്ല, ഇത് നോർമൽ രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏത് തന്നെയാലും എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ഒരു ഇലുമിനാറ്റി എന്ന രീതിയിൽ നാൾക്ക് നാൾ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇതിന് ഗോകുലം ഗ്രൂപ്പ് ഒരിക്കൽ വാർത്തയിൽ ഒരു മാധ്യമത്തിന് കൊടുത്തിരുന്നു, ഇത് സ്വാഭാവികമാണ്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ പൃഥ്വിരാജോ മോഹൻലാലോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂറോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്രയും വിവാദങ്ങൾ ഉയർന്നിട്ടും ഇത്രയും വിഷയങ്ങളിലേക്കും രാഷ്ട്രീയ ചർച്ചകളിലേക്കും രാജ്യസഭയിൽ വരെ ഉന്നയിച്ചിട്ട് പോലും ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് ഇതുവരെ മൗനം ഭജിക്കുകയാണ് ചെയ്തത്. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിലോ പുറത്തോ മറ്റും സാമൂഹ്യ മീഡിയകളിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പൃഥ്വിരാജ് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇൻകം ടാക്സ് ഇതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ പല മീഡിയകൾക്കും പല രീതിയിലുള്ള വിമർശനങ്ങൾ നൽകിയിരുന്നു. ഇത് എൻ്റെ മകനെ അറിഞ്ഞുകൊണ്ട്, അതായത് RSS അറിഞ്ഞുകൊണ്ട് പിന്തുടരുകയാണ്, പലരും മതവിഭാഗത്തിലുള്ളവരും രാഷ്ട്രീയക്കാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ മകനെ പിന്തുടരുകയാണ്, എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ മകൻ നിഷ്കളങ്കനാണ് എന്നുള്ള രീതിയിലൊക്കെ അവൻ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല, ഇതിങ്ങനെയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ തലത്തിലുള്ള പല വിമർശനങ്ങളും മല്ലിക സുകുമാരൻ അവതരിപ്പിച്ചിരുന്നു. ഈ ഇൻകം ടാക്സ് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചതിനെ പറ്റിയും മല്ലിക പറഞ്ഞത്, എൻ്റെ മകൻ പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ മകൻ കള്ളനല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, അവൻ അതിന് വേണ്ടുന്ന വിശദീകരണം നൽകിക്കോളും എന്നുള്ള രീതിയിലാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. എന്നിരുന്നാലും പൃഥ്വിരാജ് ഇതുവരെ പ്രതികരിക്കുകയോ സുപ്രിയ ഇതുവരെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും വീണ്ടും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ പലതും പൃഥ്വിരാജിലേക്ക് ഉന്നയിക്കുമ്പോൾ ഇനി ED ഇതിലേക്ക് ഇടപെടുമോ, മറ്റുള്ള റെയ്ഡുകളോ കാര്യങ്ങളോ ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും സംശയത്തിന് ആസ്പദമായിരിക്കുക. ഏതായാലും എമ്പുരാനുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുമ്പോഴും പല രാഷ്ട്രീയ പ്രവർത്തകരും പല മാധ്യമങ്ങളിലും ഇത് മനഃപൂർവ്വം കേന്ദ്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു അടിച്ചമർത്തലാണ്, പൃഥ്വിരാജിനെതിരെയുള്ള ഒരു അടിച്ചമർത്തൽ എന്നുള്ള രീതിയിലാണ് ഇത് പുറമെ പറയുന്നത്. പക്ഷെ ഇത് നേരത്തെ തന്നെ ED ഒരു മുൻധാരണയോടുകൂടി നേരത്തെ തന്നെ ED ഗോകുലത്തിന് നോട്ടമിടുകയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്ത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളുടെ കംപ്ലീഷൻ, അല്ലാതെ ഒരു ഇയർ തീരുന്നതിൻ്റെ ചില കണക്കുകളും കാര്യങ്ങളും എല്ലാം അവർക്ക് അതിൻ്റെ കൃത്യമായ രേഖകളൊക്കെ അവർക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടപാടുകൾ തീർക്കേണ്ടുന്നതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ആകാം. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ഈ പൃഥ്വിരാജിലേക്കോ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഇത്തരത്തിൽ ഓർഗനൈസർ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ജിഹാദി ബന്ധമുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ED മറ്റുള്ള കേന്ദ്ര അന്വേഷണ വിഭാഗവും ഒക്കെ ഇതിന്റെ പുറകെ പോയെന്നിരിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.